ഹലോ എല്ലാവർക്കും നമസ്കാരം. മോസ്റ്റ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PV's പവലിയൻ. ഓക്കെ, 23 ഒക്ടോബർ 2025 രണ്ട് സൂപ്പർ മാച്ചുകളാണ് ഇന്നലെ നടന്നത്. വൺ ഇന്ത്യ അഗൻസ്റ്റ് ഓസ്ട്രേലിയ, പ്ലേഡ് അറ്റ് അഡിലേഡ്, ബ്രിസ്ബെയിൻ. ഓസ്ട്രേലിയ ടോസ് ജയിച്ച് ഇന്ത്യയെ ബാറ്റിങ്ങിനിറക്കി. ആദ്യമായിട്ട് ബാറ്റിങ്ങിന് പോയ ഇന്ത്യ വളരെ ഷെയ്ക്കി സ്റ്റാർട്ടായിരുന്നു. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ, വിരാട് കോഹ്ലി വളരെ ചീപ്പായിട്ട് ഔട്ടായി. രോഹിത് ശർമ്മ ഒരു കംബാക്ക് ഗെയിം കളിച്ച് 73 റൺസ് എടുത്തു. ശ്രേയസ് അയ്യർ 61 റൺസ് എടുത്തു. അക്സർ പട്ടേൽ 44 റൺസ് എടുത്തു. അർഷിത് റാണ 24 റൺസ് എടുത്തു. അങ്ങനെ 264 for 9. സോ ഓസ്ട്രേലിയക്ക് വേണ്ടിയിട്ട് ആഡം ജംബ അവരുടെ നല്ലൊരു സ്പിന്നറാണ്. അയാളൊരു കംബാക്ക് മാച്ചായിരുന്നു. 4 വിക്കറ്റ് എടുത്തു. 4 for 60. പിന്നെ സേവിയർ ബ്രട്ട്ലെറ്റ് ഡെബ്യൂ പ്ലെയറാണ്. അദ്ദേഹം ഒരു 3 വിക്കറ്റ് എടുത്തു. 3 for 39. ഓക്കെ, മിച്ചൽ സ്റ്റാർക്ക് 2 for 62. ഓക്കെ, ഇതിലിപ്പോൾ മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് പറഞ്ഞാൽ വിരാട് കോഹ്ലി വീണ്ടും സംപൂജനായി ഔട്ടായിരിക്കുകയാണ്. ഫസ്റ്റ് ഓഡിയയിലും സെക്കൻഡ് ഓഡിയയിലും ഡക്കാണ്, 0 സ്കോറാണ്. ഇനിയിപ്പോൾ അടുത്ത മാച്ച് 25-ാം തീയതി സിഡ്നിയിൽ വെച്ചാണ്. അന്ന് എന്തെങ്കിലും മിറാക്കിൾ സംഭവിക്കുമോ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഓക്കെ, അപ്പോൾ ഓസ്ട്രേലിയ മറുപടി ബാറ്റിങ്ങിനിറങ്ങി വളരെ ക്ലിനിക്കലായിട്ട് തന്നെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അവരുടെ പുതിയ പ്ലെയറാണ്, കമ്പാരിറ്റീവ്ലി യങ് ടീമാണ്. ബട്ട് ദേ ക്ലിനിക്കലി ഫിനിഷ്ഡ് ആൻഡ് ബീറ്റ് ഇന്ത്യ. ഓക്കെ, ബൈ 2 വിക്കറ്റ്സ്. നല്ലൊരു ഫൈറ്റാണ് ഇന്ത്യ കൊടുത്തത്. അവർക്ക് വേണ്ടി മാത്യു ഷോട്ട് 74 റൺസ്, റേൻ ഷാ 30 റൺസ്, കൂപ്പർ കനോലി 61 റൺസ്, മിച്ചൽ ഓവൻ 36 റൺസ്. അർഷദീപ്, റാണ, സുന്ദർ എന്നിവർക്ക് 2 വിക്കറ്റ് വീതം വീഴ്ത്തി. ഏതായാലും തോറ്റുപോയി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത കളിയിൽ നന്നായിട്ട് കളിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ടീം കോമ്പിനേഷൻ കറക്റ്റേ അല്ല. കുൽദീപ് യാദവിനെ പോലെ ഒരു മിസ്റ്ററി ബൗളർ നമ്മുടെ ക്യാമ്പിൽ ഉണ്ടായിട്ട് പോലും അയാളെ കളിപ്പിച്ചില്ല എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ക്രൈം. ഓക്കെ, ഇതിനകത്ത് മെയിനായിട്ട് അർഷിത് റാണ 2 വിക്കറ്റ് എടുത്തു. ഓക്കെ, ഒരു ഫാസ്റ്റ് ബോളിംഗ് ഓപ്ഷനാണെന്ന് പറയാം. അതർവൈസ് വാഷിങ്ടൺ സുന്ദറും നിതീഷ് റെഡ്ഡിയും ഈ ടീമിൽ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഇനിയിപ്പോൾ വാഷിങ്ടൺ സുന്ദറിനെ കളിക്കുകയാണെങ്കിൽ തന്നെ നിതീഷ് റെഡ്ഡിയെ മാറ്റിയിട്ട് കുൽദീപിനെ കളിപ്പിക്കും. കുൽദീപ് യാദവിനെ പോലെ എല്ലാവരും ഭയക്കുന്നൊരു സ്പിന്നറെ നമ്മൾ കളിപ്പിക്കാതിരിക്കുന്നത് നമ്മൾ മറ്റേ ടീമിനോട് ചെയ്യുന്നൊരു ഫേവർ അല്ലേ എന്ന് എനിക്ക് തോന്നാറുണ്ട്. എനിവേസ്, ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ് ഓൺലി. പല പ്ലെയറും നമുക്കിഷ്ടമുള്ള പ്ലെയർ ആണെങ്കിലും ചിലപ്പോൾ ടീമിൽ കാണത്തില്ല. അങ്ങനെയൊക്കെ വരും. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ഇന്ത്യ ന്യൂസിലാൻഡ് വിമൻസ് വേൾഡ് കപ്പ് മാച്ച്. അവിടെയും ന്യൂസിലൻഡ് ടോസ് ജയിച്ച് ഇന്ത്യയെ ബാറ്റിങ്ങിനായിട്ട് വിടുകയായിരുന്നു. പക്ഷേ ഇന്ത്യയെ ബാറ്റിങ്ങിന് അയച്ചത് നല്ലൊരു ഡിസിഷൻ അല്ല എന്ന് അവർക്ക് പിന്നെ തോന്നിക്കാണും. ബിക്കോസ് ഇന്ത്യ 340 റൺസിൻ്റെ ഒരു മാമത്ത് സ്കോറാണ് പടുത്തുയർത്തിയിരിക്കുന്നത്. ഓക്കെ, പ്രതികാർ റാവൽ, സ്മിത മന്ദാന 2 ഓപ്പണേഴ്സും. പ്രതികാർ റാവൽ 122, സ്മൃതി മന്ദാന 109 റൺസ്, ജമീമ റോഡ്രിഗസ് 76 റൺസ്. അപ്പോൾ ഒരു നല്ലൊരു സൂപ്പർ സ്കോറാണ് ഉണ്ടാക്കിയത്. നന്നായിട്ട് കളിച്ചു. മഴയുടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് ഇന്നിങ്സിൽ കുറച്ച് ഓവറൊക്കെ കുറച്ചു. എനിവേ, ന്യൂസിലൻഡ് ശ്രമിച്ചു. അവർ 271 റൺസിൽ 8 വിക്കറ്റ് അങ്ങനെ അവർ തോറ്റു. ഓക്കെ, അപ്പോൾ ജോർജി പ്രിമർ 30 റൺസ് എടുത്തു.
ന്യൂസിലൻഡിന് വേണ്ടി അമേലക്കർ 45 റൺസ്, ബ്രൂക്ക് ഹാലിഡേ 81 റൺസ്, ഇസബെല്ല ഗേസ് 65 റൺസ്. ഇന്ത്യയുടെ ഫാസ്റ്റ് ബോളിംഗ് ഓപ്ഷൻസ് ആയിരുന്നു രേണുക ഠാക്കൂർ ആൻഡ് ക്രാന്തി ഗോഡ്. രണ്ടുപേരും ഈ 2 വിക്കറ്റ് വീതം വീഴ്ത്തിയിരിക്കുകയാണ്. പിന്നെ സ്നേഹറാണ, ശ്രീചരണി, ദീപ്തി ശർമ്മ, പ്രതിക റാവൽ, ഇങ്ങനെ ഓരോ വിക്കറ്റുകളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് നോട്ട് ഓൺലി വിന്നിങ്, ഓൾസോ സെക്യൂറിങ് എ ബർത്ത് ഇൻ ദി സെമി ഫൈനൽസ് ലൈനപ്പ് ആയിരിക്കുകയാണ്. ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക, ഇംഗ്ലണ്ട് ആൻഡ് നൗ ഇന്ത്യ ഓൾസോ ജോയിൻഡ് ദി സെമി ഫൈനൽ ലൈനപ്പ്. ഓക്കെ, അപ്പോൾ ഒരു മാച്ച് കൂടി ഇന്ത്യക്ക് ബാക്കിയുണ്ട്. ബംഗ്ലാദേശിന് എഗൻസ്റ്റാണത്. സോ ഓക്കെ, ഇനിയിപ്പോൾ ജയിച്ചാലും തോറ്റാലും ഒന്നും പ്രശ്നമൊന്നുമില്ല. എന്നാലും ബംഗ്ലാദേശുമായിട്ട് ഇന്ത്യ ജയിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. ഓക്കെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് തീർച്ചയായിട്ടും ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഗൈസ്.